പല അളവിലുള്ള സൂട്ട് കേസുകൾ, ട്രാവൽ ബാഗുകൾ, പെട്ടി, ട്രോളി അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ചെയ്യുന്നത്. 18 വർഷത്തിന് മേൽ ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുകയാണ്. അവരുടെ പ്രയത്നമാണ് സ്ഥാപനത്തിന്റെ വിജയം. ഫീൽഡിലോട്ട് വരാനുള്ള സാഹചര്യം എന്ന് പറയാമോ? 20 വർഷത്തോളം 21 വർഷത്തോളം ഗൾഫിൽ ഉണ്ടായിരുന്നു. സാർ, ഇതിനുള്ള റോ മെറ്റീരിയൽ കേരളത്തിൽ നിന്നാണ് എടുക്കുന്നത്, എവിടെ നിന്ന് എടുക്കുന്നത് പറയാമോ? പേയ്മെന്റ് ഡിലേ 2 മാസം ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ഇപ്പം ഫോൾഡിംഗ് ബാഗ് എന്നതിന്റെ പേര്, ഫോൾഡിംഗ് ബാഗ് എടുത്താൽ 50 ബാഗിനുള്ള കട്ടിങ്ങുകാരൻ കൊടുക്കും. ഞാൻ വിചാരിച്ചെന്നറിയോ, ഓരോരുത്തർക്കും ഓരോരോ പാർട്സ്. ഇല്ല, ഇന്ന് വരെ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്ന ബാഗുകൾ കംപ്ലൈന്റ് 1000-ൽ-ഒരെണ്ണം. തുടങ്ങിയത് എത്ര വർഷം? 20 വർഷത്തിന് മേലെ. 20 വർഷത്തിന് മേലെ. വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല. പക്ഷെ ഞങ്ങള് ഇന്നും എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു കാര്യം മെറ്റീരിയൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ. പ്രത്യേകിച്ച് ഡൽഹി സാധനങ്ങളെ ഇറങ്ങുന്നുണ്ട്. അവരുമായിട്ട് എങ്ങനെ നമ്മൾ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നത്? അതാണ് എൻ്റെ തുടക്കം. 200 ബാഗ് 2000 രൂപ. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിന്ന് ചങ്ങനാശ്ശേരിക്ക് സമീപം കോട്ടമുറിയിലെ അറയ്ക്കൽ ഗിഫ്റ്റ് ഹൗസിലാണ്. ഇവിടെ കോംപ്ലിമെൻ്റ് ആയിട്ട് ബാഗുകളെ, ട്രോളി ബാഗുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരു ചെറുകിട വ്യവസായമാണ്. കുറച്ചേറെ ആൾക്കാർക്ക് വർഷങ്ങളായി ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. നമുക്ക് ഇതിൻ്റെ പ്രൊപ്പറേറ്റർ ശ്രീ ചന്ദ്രബാബു സാറിനെ നമുക്ക് പരിചയപ്പെടാം. സാറേ നമസ്കാരം. നമസ്കാരം. സാറേ, നമ്മുടെ ഈ കമ്പനിയിൽ സാറ് കോംപ്ലിമെൻ്റ് കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്? അതെ. അപ്പോൾ ഇത് എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയാമോ? പല ടൈപ്പിലുള്ള പല അളവിലുള്ള ബാഗുകളാണ് ഉള്ളത്. അത് ട്രോളി ബാഗ്, സൂട്ട് കേസ്, അത് പല അളവിൽ 18 ഇഞ്ച്, 16 ഇഞ്ച്, 20 ഇഞ്ച്, 22 ഇഞ്ച്, അങ്ങനെ പല അളവിലുള്ള സൂട്ട് കേസുകൾ, ട്രാവൽ ബാഗുകൾ, പെട്ടി മീൻസ് ട്രോളി, വലിച്ചുകൊണ്ട് നടക്കാവുന്ന ട്രോളി, അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ചെയ്യുന്നത്. പല ടൈപ്പിലുള്ള, പല വലിപ്പത്തിലുള്ള, പല മോഡലുകൾ, ഓരോ പാർട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബാഗുകൾ മോഡൽ അവർ പറയും, അല്ലെ തരും. അതനുസരിച്ച് നമ്മളത് ചെയ്ത് ഇവരൊക്കെയാണ് അത് ചെയ്യുന്നത്. എല്ലാവരും ബീഹാർ സ്വദേശികളാണ്. വർഷങ്ങളായിട്ട് 10, 16, 18 വർഷത്തിന് മേൽ സ്ഥിരമായിട്ട് എൻ്റെ കൂടെ ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുകയാണ്. അവരുടെ പ്രയത്നമാണ് ഇത് സ്ഥാപനത്തിന്റെ വിജയം. തീർച്ചയായിട്ടും അതാണല്ലോ. അല്ലാതെ കൊടുക്കുന്നെന്ന് പറഞ്ഞ കോംപ്ലിമെന്റ് ആയിട്ട് അവർ ചെയ്യുന്ന പറഞ്ഞത് ജ്വല്ലറി, ടെക്സ്റ്റൈൽസ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളായിരുന്നു കൂടുതലും. 99% അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പം ഭീമ ജ്വല്ലറി, മഹാലക്ഷ്മി സിൽക്സ് തിരുവല്ല, ഏറ്റുമാനൂർ, ജോയി ആലുക്കാസ്, കേരളത്തിൽ 4 കട ഉണ്ട്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി, കൂടാതെ സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, എസ് ഭാരത്, അതുപോലുള്ള ഓരോ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യത്തിനുള്ള സാധനം ചെയ്തു കൊടുക്കുകയാണ്. അത് ഈ എണ്ണമില്ല. നമ്മൾ ഓർഡർ സ്ഥിരമായിട്ടുള്ള ഓർഡറാണ്, സ്ഥിരമായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടിന്യൂസ് എപ്പോഴും 365 ദിവസം ഞങ്ങൾക്ക് ഇവിടെ ജോലിയാണ്. ഞായറാഴ്ച പോലും ഇവർ ജോലി ചെയ്യും. ഇവർക്കൊക്കെ പീസ് വർക്കാണ്. അപ്പോൾ അവർക്ക് ജോലി ചെയ്യാനും പീസ് വർക്കാകുമ്പോൾ അറിയാമല്ലോ, അവർക്ക് അത് തന്നെ. അവർ രാത്രി ഇരുന്ന് വർക്ക് ചെയ്യും, 11 മണി വരെയൊക്കെ ജോലി ചെയ്യും. അത് മീൻസ് അവർ വർക്കിംഗ് ഓക്കെയാണ്. ഫീൽഡിലോട്ട് വരാനുള്ള സാഹചര്യം എന്ന് പറയാമോ? ഞാൻ ഗൾഫിലായിരുന്നു. 20 വർഷത്തോളം 21 വർഷത്തോളം ഗൾഫിൽ ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ചുമ്മാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അനുജന് ഈ ഒരു ഫീൽഡുമായിട്ട് ഒരു അറ്റാച്ച് ഉണ്ടായിരുന്നു. പുള്ളി ബാഗുകൾ, സ്കൂൾ ടൈമിൽ സ്കൂൾ ബാഗുകൾ, അങ്ങനെയുള്ള ബാഗുകൾ പുറത്തുനിന്ന് എടുത്ത്, ബീഹാർ, കൽക്കട്ട, അവിടെ നിന്നൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ സെയിൽസ്മാനും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഇത് നടക്കുകയായിരുന്നു. ചില പ്രശ്നങ്ങൾ കാരണം ഇത് സ്കൂൾ ബാഗൊക്കെ ആകുമ്പോഴത്തേക്കിനും സീസൺ വർക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ അതിൽ ചില ഭാഗത്തെ ബാഗുകൾ നമുക്കത് ഡെഡായിട്ട് ഇവിടെ ഇരുന്ന് പോകും. അങ്ങനെ പുള്ളിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, പിന്നെ പുള്ളിയുടെ ജോലി ഇത് സൈഡ് ഇതായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ജോലിയുടെ ഭാഗമൊക്കെ ആയിട്ട് പുള്ളിക്ക് സമയക്കുറവും മറ്റേതുകൊണ്ട് അത് ഒഴിവാക്കി. അപ്പം എന്നോട് പറഞ്ഞു, ചേട്ടൻ ഇത് നോക്കുന്നെങ്കിൽ ചെയ്യേ. അങ്ങനെ ഞാനത് ഏറ്റെടുത്തു. പിന്നെ അന്ന് മുതൽ ഒരു
ഒരു പാർട്ടി 2 പാർട്ടി അങ്ങനെ ഏകദേശം ഇപ്പം കേരളത്തിൽ ഒട്ടുമുക്കാൽ ഭാഗത്തും മലബാർ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ബാഗുകൾ സപ്ലൈ ഉണ്ട്, പല കമ്പനി പാർട്ടികൾ. കൂടാതെ ഇവിടുന്ന് ബാഗ് എടുത്തുകൊണ്ട് പോയി അവർ സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല ഒരു ഇതിലാണ് പോകുന്നത്. ഇതിൻ്റെ പ്രധാന ഘടകമെന്ന് പറയുന്നത് നമ്മളിതിലുള്ള എന്താണ് പറയുന്നത്, നമ്മളിതിനകത്ത് ഡെഡിക്കേഷൻ, അതെ, ഇതിനകത്തുള്ള അർപ്പണം, ഇത് നമ്മൾ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഹാർഡ് വർക്ക്. സാർ ഇതിനുള്ള റോ മെറ്റീരിയൽ കേരളത്തിൽ നിന്നാണ് എടുക്കുന്നത്, എവിടെ നിന്ന് എടുക്കുന്നത് പറയാമോ? ഇപ്പോൾ കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് നേരത്തെ ഡൽഹിയിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിവിടെ എറണാകുളത്ത് കിട്ടുന്നുണ്ട്. വെച്ചാൽ നമ്മളെ ആ പർച്ചേസ് അവർ പാർട്ടിയായിട്ടുള്ള ആ ഒരു ഇത് വെച്ച് അവർ ഇവിടെ എറണാകുളത്ത് നമുക്ക് സാധനം തരും. ഞാൻ വിളിച്ച് ഓർഡർ പറയും. മെറ്റീരിയൽ എല്ലാ റോളുകളായാലും മറ്റ് ഫിറ്റിംഗ് സാധനങ്ങളായാലും ഈ സിബ് റണ്ണർ എല്ലാം നമുക്ക് ഇപ്പം കണ്ടില്ലേ, വണ്ടിയിൽ ലോഡ് വന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ സാധനം. ഞാൻ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം പോയി പർച്ചേസ് ചെയ്യുമായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. എല്ലാ ഫോണിനും ബാങ്കിൽ കൂടെ ഉള്ള പേയ്മെൻറ്റ് ബാങ്ക് വഴി അവർക്ക് പൈസ ഇട്ട് കൊടുക്കും. അവർ ഇന്നലെ വിളിച്ച് പറഞ്ഞ് സാധനം ഇന്നലെ എത്തി, കണ്ടില്ലേ. സാറേ ക്രെഡിറ്റ് കിട്ടുമോ? എങ്ങനെയാ? ക്രെഡിറ്റ് ഇല്ല. ക്രെഡിറ്റ് ബുദ്ധിമുട്ടാണ്. പിന്നെ 15 ദിവസം എനിക്ക് തരുന്നുണ്ട്. വെച്ചാൽ ഇത്രയും വർഷമായി ഇതുവരെ പെൻഡിങ്ങോ അല്ലെങ്കിൽ ഒന്നും മിസ്സിങ് ഒന്നുമില്ല. അപ്പോൾ അവർക്ക് വിളിച്ച് പറഞ്ഞാൽ സാധനം അറയ്ക്കലിന് കൊടുക്കാം എന്നുള്ള ഒരു വിശ്വാസം, ഒരു ഇതുണ്ട്, ഉറപ്പുണ്ട്, പൈസ കിട്ടും. പക്ഷേ ഞാനിത് ഇത്രയൊക്കെ കഷ്ടം ചെയ്ത് റെഡിയാക്കി കൊടുത്താൽ പേയ്മെന്റ് ഡിലേ 2 മാസം ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ കഴിവതും ഒഴിവാക്കുക. കാരണം അത്രയും ലോങ് ക്രെഡിറ്റ് വരുമ്പോഴേ നമുക്ക് ഇൻട്രസ്റ്റ്, മറ്റ് ഇവരുടെ GST, ഇവരുടെ എല്ലാം വീണ്ടും നമ്മൾ അത് കണ്ടെത്തണം. അത് മാക്സിമം ക്രെഡിറ്റ് കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. സാറേ, ഈ ബാഗുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ബാഗും ഓരോ പാറ്റേൺ ആയിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള കളർ, ഇപ്പം പെട്ടിയാണെങ്കിലും സൈഡ് പെട്ടികളുണ്ടാവും, ബീഡിങ് ഉണ്ടാവും, റണ്ണർ ഉണ്ടാവും, പിന്നെ എന്താ പറയുക, സിബ് ഉണ്ടാവും, നാട, ബെൽറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, നൂല് വരെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും കളർ മാച്ചിങ് ഉള്ള സാധനങ്ങൾ കിട്ടുമോ? അതെങ്ങനെ? ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇപ്പം അവൈലബിൾ ആണ്. എറണാകുളത്തുണ്ട്. കളർ എല്ലാം കിട്ടും. സിബ് കിട്ടും. റണ്ണർ കോമൺ സ്റ്റീൽ റണ്ണറാണ്. ബ്ലാക്ക് എടുക്കുന്നില്ല. സിബ് അതായത് കളർ, അത് ബാഗിന്റെ മെറ്റീരിയലിന്റെ ഏത് കളറാണോ അതിന് മാച്ചിങ് കളർ ഉണ്ട്. അത് ആണ് ഇപ്പം കണ്ടില്ലേ, ഈ ബാഗിന്റെ ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ബീഡിങ് വേറെ റോളാണ്, വേറെ മെറ്റീരിയലാണ്. ഇത് സെയിം മെറ്റീരിയൽ റെഡിമെയ്ഡ് ആണോ? അല്ല, ഇതുണ്ട്. ഇതുപോലെ അടിച്ചെടുക്കുന്ന ഇതുപോലെ കവർ പൊതിഞ്ഞെടുക്കുന്നതാണ്. ഈ പൈപ്പേല് ഇത് 4 ഇഞ്ച് വീതം കട്ട് ചെയ്ത് അടിച്ചിട്ട് പിന്നെ അവരത് ഇങ്ങനെ തയ്ക്കുന്നതാണ്. അപ്പൊ ഇതിന് വേറെ കളർ വെച്ചോണ്ട് എടുപ്പ് കിട്ടാൻ വേണ്ടി വേറെ കളർ വെച്ച് തയ്ച്ചതാണ്. ഇതില് വെറും ബ്ലാക്ക് തന്നെയാണ് വെച്ചിരിക്കുന്നത്. കവറിങ് ഇല്ലാതെ ബ്ലാക്ക് ഇത് വെച്ച് തയ്ച്ച്. അപ്പൊ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോന്നിനും ഓരോ റേഞ്ചാണ്. ഇതിന് സാധാരണ വെക്കുന്ന മെറ്റീരിയൽ ഉണ്ടോ? അതിന് നമ്മുടെ കൂടുതലും ചെയ്യുന്ന മെറ്റീരിയൽ, ഈ മെറ്റീരിയൽ ഉണ്ടോ? ഇത് റെക്സിൻ എന്നാണ് എല്ലാവരും പൊതുവെ പറയുന്നത്. ഇത് മാറ്റ് ടൈപ്പ് മാറ്റ് 6x3, 6x6, 6x1 അങ്ങനെ ഗേജും ഇതിന്റെ മെറ്റീരിയലില് വ്യത്യാസം ഉണ്ടാവും. ഇത് 6x3 ആണ് നമ്മൾ കോമൺ. സാറേ, കട്ടിങ് മുതലേ വരുമ്പോഴത്തേക്കുവേ ഈ കട്ട് ചെയ്യുന്ന ഓരോ പാർട്സുകൾ ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് കൊടുത്തേക്കുന്ന ഒരു ബാഗിന് തന്നെ പല പീസുകളാണോ കൊടുത്തത്? എങ്ങനെയാണ് ചെയ്തേക്കുന്നത്?
ഈ ഒരു ഫോൾഡിംഗ് ബായി നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ പറഞ്ഞത്. ഈ ഫോൾഡിംഗ് ബായിന് ഏകദേശം ഒരു 14 പാർട്സ് 14 പാർട്സ് ഉണ്ട്. 14 പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാർട്സ് ആണ്, ഇതൊരു പാർട്സ് ആണ്, ഇതൊരു പാർട്സ് ആണ്. ഇവിടെ തന്നെ 3 പാർട്സ്. ഇതൊരു പാർട്സ്, ഇതൊരു പാർട്സ്, ഇത് 2 പാർട്സ് ഇതിനകത്ത് കണ്ടു. ഇതൊരു പാർട്സ് ഇതുണ്ട്. ഇത് മെയിൻ പാർട്സ്, അടിയിലൊരു പാർട്സ്, ഇതിനകത്തൊരു ലൈനിങ് വേറൊരു പാർട്സ്. അപ്പം അങ്ങനെ വരുമ്പം ബാഗിൻ്റെ അനുസരിച്ച് ചില ബാഗിന് 15 പാർട്സുകളൊക്കെ വലുതും ചെറുതുമായിട്ട് അത്രയും പുള്ളി കട്ട് ചെയ്ത് റെഡിയാക്കി അവിടെ വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഇവരെടുത്ത് ഓരോ ബാഗിൻ്റെയും പാർട്സ് ഇപ്പം വയറടിക്കുന്നതാണ് കാണുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ 15 പാർട്സ് ഉണ്ടെങ്കിൽ 5 പേര് സ്റ്റാഫാണെങ്കിൽ ഈ ഒരു 3 പേർക്ക് 3 പാർട്സ് വെച്ച് കൊടുക്കുവാണോ അതെങ്ങനെ? അല്ല, അവർ 50 ബാഗ് 100 ബാഗ് എടുക്കുകയാണ്. 100 ബാഗിൻ്റെ അല്ലെ 50 ബാഗിൻ്റെ കട്ടിങ്. ഇപ്പം പുള്ളി കട്ട് ചെയ്യുന്നത് 500 ബാഗ് 1000 ബാഗ് അതിൻ്റെ അനുസരിച്ച് കട്ട് ചെയ്യും. ഓരോ പാർട്സുകളും, അത് ഒരു ബാഗിൻ്റെ ഫുൾ പാർട്സ്, ഈവൻ അടിയിൽ വെക്കുന്ന കാർഡ്ബോർഡ് വരെ പുള്ളി കട്ട് ചെയ്ത് അവിടെ വെച്ചിരിക്കും. 50 ബാഗിൻ്റെ പാർട്സ് ഇവർക്കറിയാം. അവരത് ഓരോരുത്തർ 50 വിധം കെട്ടി അവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ബാഗിന് എത്ര പാർട്സ് വേണമെന്നുള്ളത് അവർക്കറിയാം. കണ്ടാൽ മനസ്സിലാവും. അവരത് എടുത്ത് ഓരോന്ന് എടുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഓരോ പാർട്സുകളാണ്. ഈ ബാഗിൻ്റെ, ഈ വലിയ ബാഗിൻ്റെ ആണ് തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫോൾഡിംഗ് ബാഗ് എന്നതിൻ്റെ പേര്. ഫോൾഡിംഗ് ബാഗ് എടുത്താൽ 50 ബാഗിനുള്ള കട്ടിങ് കട്ടിങ്ങുകാരൻ കൊടുക്കും. അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ പുള്ളിയാണ് അതിൻ്റെ A to Z പണി. ഞാൻ വിചാരിച്ചെന്നറിയോ, ഓരോരുത്തർക്കും ഓരോരോ പാർട്സ്. ഇല്ല, എല്ലാരും തന്നെ കൂട്ടുകയും വേണം. എല്ലാരും കൂട്ടും. അതെ, അങ്ങനെ ചെയ്യുന്നത്. അതാണ് എങ്ങനെ ഇത് ഈ ഇത്രയും 12 പാർട്സ് അല്ലെ 15 പാർട്സ് ഉള്ള ഒരു ബാഗ് എങ്ങനെ ഒരാൾ തന്നെയാണോ ചെയ്ത് കൂട്ടിയെടുക്കുന്നത് എന്നാണോ സംശയം. അതിതാണ് അവര് 50 ബാഗിന്റെ പാർട്സ് എടുത്താൽ 50 ബാഗിന്റെ ഫിറ്റിംഗ് പാർട്സ് എടുത്താൽ അവര് ആ എടുക്കുന്നയാള് അത് ആദ്യത്തെ സിബ് അടിക്കുന്നത് മുതൽ അവസാനം ഫിനിഷ് ചെയ്ത് ഫിറ്റ് ചെയ്ത് ഇടുന്നത് വരെ ആളായിരിക്കും. ഒരാൾ തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ അല്ലേ? മറ്റുള്ളവർ അതിനകത്ത് അവർക്ക് യാതൊരു ഇടപാടില്ല. അവർക്ക് അവരുടെ ബാഗ് അവര് ഓരോരുത്തരും എല്ലാവരും A to Z ഒരു ബാഗിന്റെ പണി ചെയ്തിരിക്കണം. എല്ലാരും ചെയ്യും. ചില കമ്പനികൾ ചെയ്യുന്ന പറയുന്നത് സാറ് പറഞ്ഞത് മുമ്പ് എന്നെ പറഞ്ഞില്ല, ഒരാള് സിബ് മാത്രം അടിച്ചിട്ട് കൊടുക്കും. അവിടുന്ന് പിന്നെ അത് എടുത്ത് ഇവിടെ കൊടുക്കണം. അതാര് കൊടുക്കും? അത് അവിടുന്ന് അടുത്ത പാർട്സ് എടുത്ത് ഇപ്പുറത്ത് വരണമെങ്കിൽ അതിന് വേറെ ആള് വേണ്ടേ? അപ്പൊ അതിന് നമ്മൾ ഒരാളെ ഒരു ഹെൽപ്പറെ വെക്കുവാണെങ്കിൽ, ഒരാൾ ഹെൽപ്പർ ഉണ്ടല്ലോ നമുക്ക്, അത് പ്രായോഗികമല്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച്, ഞങ്ങളുടെ പണിക്കാരുടെ എക്സ്പീരിയൻസ് വെച്ച് അവർക്ക് അത്ര ഇതല്ല. പിന്നെ പെണ്ണുങ്ങള് ഹെൽപ്പർ അതിന്റെ റാണർ ഇട്ട് കൊടുക്കും, കട്ട് ചെയ്ത് കൊടുക്കും, ഇതൊക്കെ ചെയ്ത് കൊടുക്കും. സാറ് ചില കമ്പനികൾ പറയുന്നത് ഇപ്പൊ ഒരാൾ ആ പെട്ടി കൂട്ടുവന്നു വെച്ചാൽ ആ പാർട്സ് അടിക്കുമ്പോൾ അദ്ദേഹം അതിനകത്ത് ഹൈ സ്പീഡ് എക്സ്പീരിയൻസ് ആവും. പുള്ളിക്ക് അത് മാത്രം ചെയ്ത് വിടുമ്പോഴത്തേക്കും ഇത് പുള്ളിയുടെ ഭാഗത്ത് ഈ പറഞ്ഞ ആ കവർ സാധനം മാത്രമേ കാണത്തുള്ളൂ. ഇതെടുത്ത് ഈ സാധനം എടുത്തുകൊണ്ട് പോയിട്ട് അടുത്ത ആൾക്ക് കൊണ്ട് കൊടുത്ത് ഇതുകൂടെ ചേർത്ത് ഫിറ്റ് ചെയ്യുന്ന സാധനത്തെ ഫിറ്റ് ചെയ്യുന്ന ആളുടെ കൊണ്ട് കൊടുക്കും. എന്നിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കും കൂട്ടുന്നത്, ഈ ബാഗ് കൂട്ടുന്നത്. ഏറ്റവും അവസാനത്തെ ആള് ഫിനിഷിംഗ് പ്രോഡക്റ്റ് ആയിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ എക്സ്പീരിയൻസും നമ്മുടെ ജോലിക്കാരുടെയും അത് വെച്ച് നോക്കുമ്പോഴേ അതത്ര ഞങ്ങൾക്ക് മറ്റുള്ളിടത്തും ഉണ്ടായിരിക്കും, അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. എനിക്ക് സാറിന് ഒരു കാര്യം കൂടെ സൗകര്യമാണെന്ന് തോന്നുന്നു. സാറിന് പീസ് വർക്ക് ആയതുകൊണ്ട് അതിന് അവരുടെ എന്നാ പറയുക മോണിറ്ററി അല്ലെങ്കിൽ അവരുടെ സാലറി കൂട്ടാൻ എളുപ്പമാണെന്ന് തോന്നുന്നു. അതും എളുപ്പമാണെന്ന് തോന്നുന്നു. സാലറി കൂടാൻ എല്ലാ എനിക്കതാണ് ഇപ്പം പീസ് വർക്ക് ആയത് കാരണം അവർ 50 ബാഗിന്റെ പാർട്സ് എടുത്ത് ഇപ്പം 500-1000 ബാഗിന്റെ മേൽ കട്ടിങ് ഔട്ട്ട്രിപ്പുണ്ട്. ഇത് എടുത്ത ബാഗ് 50 എണ്ണം തീർന്നു കഴിയുമ്പോൾ അടുത്ത 50 എണ്ണം എടുത്ത് അവരത് അതിൻ്റെ പണി തുടങ്ങും. പണി വെച്ചിട്ട് രാത്രി 11 മണിയാകുമ്പോൾ അല്ലെങ്കിൽ ലാസ്റ്റിൽ നാളത്തേക്കുള്ള പണി ഇന്ന് അതെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് അവർ പോകും. ഇതിന്റെ റണ്ണർ വെക്കാൻ വേറെ ആളുണ്ടല്ലേ? റണ്ണർ ഇട്ട് കൊടുക്കാൻ ആളുണ്ട്, ഹെൽപ്പേഴ്സ് ഉണ്ട്, അവരിട്ട് കൊടുക്കും. പിന്നെ ഇവർ തന്നെ ഇടും. ഇവരിടും. അതൊക്കെ അവരുടെ ജോലി, അവർക്ക് എങ്ങനെ ജോലി ചെയ്യണം, എങ്ങനെ അത് പോകണം. ഹെൽപ്പർ ഇല്ലെങ്കിൽ അവർ താഴെ ഇറങ്ങിയിട്ട് നമ്മൾ ഇടും. ഇതിപ്പം അവർ തന്നെ ഇട്ടതാണ്. അവർ താഴെ പാക്കിങ്ങിലായിരുന്നു. അത് കാരണം അവർ അവിടെ ഫ്രീ ആണെങ്കിൽ ഇവിടെ വന്ന് അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ പോകുന്നത്.
ചിലർക്ക് റണ്ണർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. ഈ സിബയിൽ ഇടുന്ന ഈ റണ്ണറിന്റെ സ്മൂത്ത് നോക്കിയേ, എത്ര സ്മൂത്ത്. സാർ ഇതിന് കംപ്ലൈന്റ് വരാറുണ്ടോ? സാധാരണ ഉണ്ട്. ഈ കംപ്ലൈന്റ് വരാറുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. റേറ്റ് പറയണോ? ഞാൻ വേണ്ട, ഇത് അതിന് ക്വാളിറ്റി അനുസരിച്ചായിരിക്കും. ഹൈ ക്വാളിറ്റി അല്ല, കോംപ്ലിമെന്റ്സ് ഐറ്റങ്ങളാണ്. ഹൈ ക്വാളിറ്റി അല്ല, ലോയും അല്ല, മീഡിയം എന്നുവെച്ചാൽ കംപ്ലൈന്റ് ഇല്ലാതിരിക്കണം. ഇന്ന് വരെ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്ന ബാഗുകൾ കംപ്ലൈന്റ് 1000-ഒരെണ്ണം. അതൊക്കെ സാധാരണ വരാറുള്ള അല്ല, അതിലൊക്കെ കൂടുതൽ വരും. എന്താണെന്ന് ചോദിച്ചാൽ 100 രൂപ ലാഭത്തിന് വേണ്ടി ഈ സിബില് 100 രൂപ ലാഭത്തിന് വേണ്ടി കുറഞ്ഞ സിബിടും. റണ്ണർ ഇടാൻ ഓടത്തില്ല, പൊളിഞ്ഞു പോരും. എൻ്റെ ബാഗിന് ഈ ഫോൾഡിങ് ബാഗ് ഇത്രയും മടക്കും, ഇത്രയും ഇടുങ്ങിയ ഒരു പാർട്സിലാണ് ഈ റണ്ണർ ഓടുന്നത്. സാർ നോക്കിക്കോ, ഉണ്ടോ? ഫ്രീ ആയിട്ട് ഓടും. അത് വരയ്ക്കേണ്ട ആവശ്യമില്ല, തന്നെ ഇഞ്ഞ് പോരും. അതുപോലെ തന്നെ തുറക്കുന്നതിനും കംപ്ലൈൻറ്റ് കഴിവതും ഒഴിവാക്കി കുറയ്ക്കുക. എന്ന് വെച്ചാൽ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇടുക. നമ്മുടെ നിലനിൽപ്പ് തന്നെ ഇതാണ്, ക്വാളിറ്റി. പിന്നെ അതുപോലെ സാർ ഇതിന്റെ അകത്തെ ഇന്നർ പാർട്സിൽ ഈ സാധാരണഗതിയിൽ ഈ മഴക്കാലത്തൊക്കെ ഫംഗസ് വരുന്ന കാണാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിനെന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും സംഭവം ചെയ്യാം? അതിന് കഴിവതും തണുപ്പടിക്കാതെ സൂക്ഷിക്കുക. നമുക്ക് ഗോഡൗണുണ്ട്. ഇപ്പൊ അവർക്ക് കൊണ്ട് കൊടുത്താലും നമ്മൾ ഈ സാധനം പാർട്ടിക്ക് കൊടുത്താലും അവർ ചൂടുള്ള സമയത്ത് മിക്കവാറും AC ആയിരിക്കുമല്ലോ, അവരുടെ ഗോഡൗൺ ഷോപ്പിനകത്തായിരിക്കുമല്ലോ. അപ്പം വലിയ പ്രശ്നമില്ല. കൂടുതൽ അത് തന്നെയല്ല, ഇപ്പം അടുത്തുള്ള പാർട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ബാഗ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത 2 ദിവസം കൊണ്ട് അതങ്ങ് തീരും. ഞാനും ഇതുപോലെ ഇതിപ്പം അടിച്ച് ഇതിങ്ങനെ 6 മാസം ഇരുന്നാലും ഒരു കുഴപ്പമില്ല. ഇത് മറിച്ചിട്ട് ഫിനിഷ് ചെയ്ത് നൂലൊക്കെ കെട്ടി അടിച്ച് റെഡിയാക്കി വെക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിന്, കാലാവസ്ഥയ്ക്ക് മഴ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അന്നേരം ചെറിയ പൂപ്പലുണ്ട്, അതിനിടയാകുന്നില്ല. പൂപ്പലുണ്ടാവും, ഈ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് അതിനുള്ള ഒരു ഇതുണ്ടാകുന്നില്ല. സാധനം ഇവിടെ സ്റ്റോക്ക് ഇരുന്ന് മാസങ്ങളോളം ഇരുന്ന് പൂപ്പ് പിടിച്ച് പോകാനായിട്ട് ഉള്ള ഇതില്ല. സാധനങ്ങൾ പോകുന്നു, ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അറിയാമല്ലോ, ഓരോ സീസണിലും അല്ലെ ഓരോ സമയത്ത് ഇത്ര ബാഗ് പോകും. ഇപ്പോൾ ഈ സീസണിൽ ഇത്രയും ബാഗ് അടിച്ച് ഇട്ടിരിക്കും, വേറെ എങ്ങും കാണത്തില്ല. കാരണം ഇത്രയും അടിച്ചിട്ടാലും ഇത് ഇറങ്ങിപ്പോകും, ഇന്ന സമയത്ത് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് പോകും എന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. വെച്ചാൽ അങ്ങനെയാണ് ഓരോ പ്ലാൻ ചെയ്ത് പാർട്ടിയായിട്ടുള്ള ഡീലിങ് അങ്ങനെയാണ്. പിന്നെ സാറേ അതുപോലെ തന്നെ ഇപ്പൊ ഇവരുടെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്? ഇവര് രാവിലെ 9 മണി, രാവിലെ 7 മണിയാകുമ്പം ഇവര് 6-6:30 ആകുമ്പോൾ എഴുന്നേൽക്കും എല്ലാവരും. 7 മണിയാകുമ്പം ഇവിടെ വന്ന് കുറച്ച് വർക്ക് ചെയ്തിട്ട് 8:30 ആകുമ്പം പുറത്ത് പോയി ചായ കുടിക്കും, രാവിലത്തെ നാസ്ത. വന്നു കഴിഞ്ഞാൽ 1 മണി, കറക്റ്റ് 1 മണിയാകുമ്പോൾ ലഞ്ച് ബ്രേക്ക് അവർ ബ്രേക്ക്. ഇതിലാരെങ്കിലും ഒരു ദിവസം ഒരാളാണ് ആഹാരം ഉണ്ടാക്കുന്നത്. അതിലാരെങ്കിലും ഒരാൾ പുള്ളി അന്നത്തെ പുള്ളിയുടെ ആഹാരം ഉണ്ടാക്കുന്ന ഡ്യൂട്ടി പുള്ളി അത് ചെയ്യും. അപ്പം അന്നേരം 1 മണിയാകുമ്പോൾ ഇവർ എഴുന്നേറ്റ് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ആഹാരം റെഡി ആയിരിക്കും. ടേബിള് ഫുഡ് റെഡിയാണ്, കഴിക്കും. 1 മണിക്കൂർ റെസ്റ്റ് എടുക്കും. 2 മണിയാകുമ്പോൾ അന്ന് ജോലിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 6 മണി വരെ. 2 മണിക്ക് വന്നാൽ സ്റ്റാർട്ട് തുടങ്ങിയാൽ 6 മണിയാകുമ്പോൾ, ഇപ്പം ആള് പോകാമെന്ന് പറഞ്ഞാൽ കേട്ടില്ലേ, 6 മണിയാകുമ്പോഴത്തേക്കിന് അത് നിർത്തി വഴിക്ക് പോയി ചായയോ എന്തെങ്കിലും കഴിച്ച് വന്നു കഴിഞ്ഞാൽ 10:30. പിന്നെ രാത്രി 10:30 വരെ. ആണല്ലേ. ഈ നോയമ്പ് സമയത്തൊക്കെ അവർ നൈറ്റ് 4 മണി വരെയൊക്കെ വർക്ക് ചെയ്യും. പീസ് വർക്കായ കാരണം അവർക്ക് എത്രയും ചെയ്യുന്ന അവർക്ക് താല്പര്യം, അവർക്ക് ജോലി വേണം. നമ്മുടെ ആൾക്കാരെ പോലെ അല്ല. അവർക്ക് ജോലി വേണം, പൈസയ്ക്കും ബുദ്ധിമുട്ടില്ല. കറക്റ്റ് ഇതുവരെ പെൻഡിങ്ങോ അല്ലെ അങ്ങനെയുള്ള കാര്യമില്ല അവർക്ക്. അതാണല്ലോ, കാരണം നമ്മൾ ഒരു മാസം മുഴുവൻ ജോലി ചെയ്യിച്ചിട്ട് അവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുക അല്ലെ കാശ് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്
അവർക്കും ഇതുപോലെ വീടും കുടുംബവും ഫാമിലിയൊക്കെ ഇല്ലേ. ഇവിടെ വരുന്നത് എന്തിനാണ്? അവരെ ഇവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇവർ റൊട്ടേഷൻ ആണ്, ഇവർ പോയി വീട്ടിൽ നാട്ടിൽ വർഷത്തില് മിക്കവാറും ഈ പെരുന്നാൾ സമയത്ത് മുസ്ലിംസ് പെരുന്നാൾ സമയത്ത് അവര് നാട്ടിൽ പോകും. പോണെന്ന് പറയും. നേരത്തെ ടിക്കറ്റ് ഈ പെരുന്നാൾ സമയത്തുള്ള ഓർഡറെല്ലാം അവര് ചെയ്ത് റെഡിയാക്കി ഇപ്പം ഓണം ഇയാള് പുള്ളിക്ക് വീട്ടിലെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ പോണെന്ന് പറഞ്ഞു. ഓണം കഴിഞ്ഞ് പോകും. ഓക്കെ, ഓണം കഴിഞ്ഞ് പുള്ളി പോകും. അപ്പം ഓണം കഴിഞ്ഞ് പുള്ളി 1 മാസം 2 മാസം നാട്ടിൽ നിന്നാൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അതിനുള്ള സാധനം പുള്ളി അടിച്ച് റെഡിയാക്കി സെറ്റ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കട്ടിങ്ങുകാരനായാലും പുള്ളിക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ സാറേ ഞാൻ ചോദിക്കുന്നത്, കട്ടിങ് വേറെ ആർക്കില്ല, ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ? വേറെ ആർക്കും അറിയാം? എല്ലാവരും കട്ട് ചെയ്യും. അപ്പോൾ അഥവാ ഒരാൾക്ക് പോകേണ്ടി വരികയാണെങ്കിൽ ആള് നാട്ടിൽ പോയ സമയത്ത് ഇദ്ദേഹം കട്ട് ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം കട്ട് ചെയ്യും. ഇവരും 3 പേരും കൂടെ എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് കട്ട് ചെയ്യും. അതിൻ്റെ കാശ് അവര് വിധിച്ചെടുക്കുക. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇത് വർക്ക് എങ്ങനെയും കൊണ്ടുപോകാം. ഇത് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കട്ട് ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാ പുള്ളിക്കും പീസ് വർക്ക്? പുള്ളിക്കും പീസ് വർക്കാ? ഓ, അങ്ങനെ അല്ലേ. 2000 രൂപയ്ക്ക് പണി ഒരു ദിവസം. ഇപ്പം നമ്മൾ ഈ ബാഗ് കട്ട് ചെയ്യുന്നതിന് 5 രൂപ കൊടുക്കും. പുള്ളി അത് 100 എണ്ണം 1000 എണ്ണം കട്ട് ചെയ്താൽ 2 ദിവസം കൊണ്ട് കട്ട് ചെയ്താൽ എത്ര രൂപയായി? മനസ്സിലായി. അത് 3 ഡിവൈഡ് ചെയ്ത് 3 ദിവസം കൊണ്ട് അത് ഇരുന്നെങ്കിൽ 3 ഡിവൈഡ് ചെയ്ത് എല്ലാം 1500 രൂപ ആയില്ല. അതുപോലെ തന്നെ ഇവരും പണിക്കാർ ഇവരും 1000 രൂപയ്ക്ക് മേലെ എല്ലാവരും പാക്ക് ചെയ്യുന്ന അവർക്ക് ശമ്പളം മാസ ശമ്പളമാണ്. എല്ലാവരും 15-16 വർഷമായവരാണ് എല്ലാവരും. തുടങ്ങിയത് എത്ര വർഷം? 20 വർഷത്തിന് മേലെ. 20 വർഷത്തിന് മേലെ. വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല. പരസ്യത്തിന്റെ ആവശ്യമില്ല, റീറ്റെയിൽ കച്ചവടം കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഓർഡർ എടുക്കുക. പാർട്ടി ഇപ്പൊ ഏകദേശം നേരത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചെന്ന് ഓർഡർ സംസാരിച്ച് സാമ്പിളും കാണിച്ച് ഓർഡർ എടുക്കുമായിരുന്നു. ഇപ്പം ദൈവാനുഗ്രഹിച്ച് ഇത്തരത്തിൽ നാളത്തെ എക്സ്പീരിയൻസും ഇതും വെച്ച് ആൾക്കാരിപ്പോൾ ഇങ്ങോട്ട് നമ്മളോട് ചോദ്യം പറയാറുണ്ട്, ബാഗ് വേണം. ഇന്നിപ്പം ഇവിടെ അഞ്ചലിൽ നിന്ന് ഒരാൾ വിളിച്ചു, കൊട്ടാരക്കരയിൽ നിന്ന് വിളിച്ച് ബാഗ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആവശ്യക്കാർ വിളിക്കും, വാട്സപ്പിനകത്ത് ഇട്ട് തരും എൻ്റെ ലോഗോയും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ എന്താണ് മാറ്റർ പ്രിന്റ് ചെയ്യേണ്ടത് തരും. സാറ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പുതിയ പാർട്ടികളൊക്കെ വിളിക്കുവാണെങ്കിൽ ആ ഓർഡറുകൾക്ക് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി സാറിന് ഉണ്ടാവുമോ? കാര്യം പറഞ്ഞാൽ പുതിയ ഓർഡറുകൾ ഇത്തരം ഇനി ആൾക്കാരെ എടുക്കാൻ പറ്റും? എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റും? ജോലിക്ക് നമ്മളിപ്പം ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇപ്പം 500 ബാഗിൽ മേലെ ഒരു ദിവസം കൂട്ടാൻ പറ്റുന്നുണ്ട്. അല്ല, റണ്ണിങ് ഉണ്ട്. ഇപ്പം 500ന്റെ കപ്പാസിറ്റി ഉണ്ട്. ഒരു ദിവസം ബാഗ് കൂട്ടാൻ പറ്റും. 500 ബാഗ് ഇവരെ കൂട്ടിത്തരും. അത് കൂട്ടണമെങ്കിൽ ഞാൻ 4 പേര് ഇപ്പൊ ഈ മിഷനിലെല്ലാം ആളുണ്ടായിരുന്നതാണ്. ഇരിക്കുന്ന മിഷനിലെല്ലാം ആളുണ്ടായിരുന്നതാണ്. അവരെ ലീവിന് പോയതും ഇച്ചിരി പണി കുറച്ചതുമാണ്. കാരണം കുറച്ചതിന്റെ കാര്യം ഇതാണ്, നമ്മൾ ചെയ്തു കൊടുത്താൽ പേയ്മെന്റിന്റെ കാര്യം ഒരു ശകലം ഡിലേ വരുന്നുണ്ട്. ആരും റെഡി കാശ് ഒന്നും തരുന്നില്ല. അത് ഇപ്പോഴത്തെ സാമ്പത്തിക കൊണ്ട് നമുക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. സാറേ മൊത്തത്തിൽ ചോദിച്ചാൽ ഈ ഇത് തമിഴ് ഒരു ആളാണ് തയ്ച്ചുണ്ട്. വിളിച്ചാൽ ഏത് സമയം വിളിച്ചാലും പുള്ളി വരാൻ റെഡിയാണ്. അങ്ങനെ ഉണ്ടല്ലേ? പെട്ടെന്ന് വരും. ഇപ്പം ഇവരൊക്കെ ഈ കട്ടിങ്ങുകാരന് പുള്ളിയും തയ്ക്കുന്ന ആളാണ്. കട്ടിങ് ഇല്ല എങ്കിൽ പുള്ളിയും 200 ബാഗ് തയ്ക്കും. നമുക്കിപ്പം പ്രൊഡക്ഷന് പ്രശ്നമൊന്നുമില്ല. നേരത്തെ 15-12 മിഷൻ ഉണ്ടായിരുന്നു. 12 മിഷനിൽ ആൾക്കാർ തയ്ച്ചുകൊണ്ടിരുന്നതാണ്, പെണ്ണുങ്ങളും എൻ്റെ വർക്ക് വന്നത്. അതായത് ഇപ്പം റണ്ണിങ് 500 ബാഗ് ഡെയിലി എനിക്ക് വീഴുന്നുണ്ട്. 500 എണ്ണത്തിൽ ശരാശരി ഒരു 400 എണ്ണം ശരാശരി. ചില ഇന്നിപ്പം 1000 ബാഗ് പോയാൽ നാളെ ചിലപ്പോൾ 300 എണ്ണമായിരിക്കും, 200 എണ്ണമായിരിക്കും. എന്നാലും എനിക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഓർഡർ കൂടുതൽ വരികയാണെങ്കിൽ ബാക്കി മെറ്റീരിയലിറക്കും. ആൾക്കാരുണ്ട്, ജോലിക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരുടെ എല്ലാം കയ്യിലുണ്ട് സ്പെയർ ആൾക്കാർ. നമ്മളൊന്ന് വിളിച്ചാൽ മതി. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് ജോലി ചെയ്താൽ കാശ്. പിന്നെ അതുപോലെ സാറേ എല്ലാം ഇലക്ട്രിക്കലാണല്ലോ മുഴുവൻ എല്ലാം കറണ്ട്. അപ്പോൾ അങ്ങനെ ജനറേറ്റർ വല്ലതും ഉണ്ടോ? കറണ്ട് പോയാലേ ഇല്ല, എടുത്തിട്ട് ജനറേറ്റർ നമുക്കിപ്പോൾ മുതലാകത്തില്ല. അതുകൊണ്ടല്ലേ ചില ഇപ്പോഴത്തെ
ഇന്നത്തെ മണ്ണെണ്ണയുടെയും പെട്രോളിൻ്റെയും ഒക്കെ വില വെച്ച് നോക്കുമ്പം ഒരു മണിക്കൂറിന് അല്ലേ ഇപ്പം കറണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവർ ടച്ചിങ് ഒക്കെ കൂട്ടുന്ന ദിവസങ്ങളിൽ പകല് കറണ്ട് ഇല്ലാത്ത ദിവസം നേരത്തെ അറിയുവാണെങ്കിൽ ഇവർക്ക് മെസ്സേജ് ഉണ്ടാവും. അവര് ഉണ്ട്, സാധനം ഉണ്ട് ഇഷ്ടംപോലെ. അവർക്ക് ഒരു ദിവസം 2 മണിക്കൂർ പണിതില്ലെങ്കിലും അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് വേറെ സൈഡ് വർക്കുകളൊക്കെ ഇഷ്ടംപോലെ കാണുമ്പോൾ അവരത് ചെയ്യും. മെനക്കെടുന്നില്ല. കറണ്ട് വരുമ്പോൾ രാത്രി 11 ഏതായാലും 5 മണിയാകുമ്പോൾ കറണ്ട് വരും. അവർ രാത്രി 11 മണി വരെ തയ്ക്കും. വേണമെങ്കിൽ 1 മണിക്കൂർ കൂടുതലും തയ്ക്കും. തയ്യലിനോ അത് പറ്റിയോ പ്രൊഡക്ഷനെ പറ്റി യാതൊരു ഇല്ല. നമ്മൾ ഓർഡർ അനുസരിച്ച് ഇപ്പം ഞാൻ എല്ലാം കവർ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ബുദ്ധിമുട്ടുള്ളൊന്നും. അതുപോലെ സാറിന് ഓർഡർ എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല, ഫോണിൽ കൂടെ ഓർഡർ എന്ന് പറഞ്ഞു. പിന്നെ ഡെലിവറി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഡെലിവറി വണ്ടിയുണ്ട്, ഞാൻ സപ്ലൈ ചെയ്യും. പാഴ്സൽ ബുക്കിംഗ് ഇപ്പം അങ്കമാലി, തൃശ്ശൂർ, ഇവിടെയൊക്കെ കോട്ടാരക്കര, കൊല്ലം, അഞ്ചൽ അതൊക്കെ പാഴ്സൽ APS ഇവിടെ വന്ന് കൊണ്ടുപോയിക്കോളും. വിളിച്ച് പറഞ്ഞാൽ മതി, ഒന്ന് കൊണ്ടുപോയിക്കോളും. പിന്നെ അടുത്തുള്ളതൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ ഞാൻ കൊണ്ട് കൊടുക്കും. ഞാനും നല്ലൊരു ഇതിനകത്ത് നല്ലൊരു ജോലിക്കാരൻ, മലയാളി മാത്രമല്ല. അല്ല, മലയാളിയല്ല, ഞാനും ഒരു തൊഴിലാളിയാണ്. അതുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ മലയാളി കളിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പല ഇതുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ഇതേപോലെ സ്ഥാപനങ്ങൾ നടത്തി ഒത്തിരി പേര് തകർന്നു പോയവരുണ്ട്. ഇഷ്ടം പോലെ ഒത്തിരി ആൾക്കാർ നിർത്തിപ്പോയവരുണ്ട്. അപ്പം അവർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണെന്ന് പറയാം സാറിൻ്റെ ഒരു അഡ്വൈസ്? ഒന്ന്, ഓർഡർ. ഇത് നമ്മൾ ഓർഡർ വേണമല്ലോ. സാധനം നമ്മളിപ്പം മെറ്റീരിയൽ കിട്ടും, അവൈലബിൾ ആണ്. ഏത് മെറ്റീരിയൽ വേണം കിട്ടും. കൊണ്ടുവന്ന് ഇതുപോലൊരു സ്ഥാപനം ഉണ്ടാക്കി തയ്യക്കാർ ഇവർ 1 മണിക്കൂർ അവർക്ക് ജോലി ഇല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർക്ക് ജോലി വേണം. അത് കൊടുക്കാനുള്ള ഒരു ഓർഡർ വേണം. പിന്നെ മുതലാളി കളിച്ച് ഇരിക്കരുത്. ഇവരുടെ കൂടെ ഞാൻ ഈ റണ്ണർ ഇട്ട് കൊടുക്കും, നാളെ കട്ട് ചെയ്ത് കൊടുക്കും, മറിച്ചിടും, പാക്ക് ചെയ്യും. ഇവരെക്കാൾ കൂടുതൽ ജോലി, എൻ്റെ ഹെൽപ്പർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റ് മുതലാളി എന്നുള്ള ആ ഒരു ഇതിലല്ല. ഇവർ തന്നെ പറയും, ബാബുഭായി ഞങ്ങളെക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ. അതാണ് അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. പിന്നെ സാധനം കൊടുത്താൽ ഓർഡർ, പാർട്ടിക്ക് ഓർഡർ കൊടുത്താൽ കംപ്ലൈൻ്റ് ഇല്ലാതെ സാധനം കൊടുക്കുക. കാശ് മുടക്കാനായിട്ട് റോളിങ്ങിന് കാശ് വേണം. 1 ലക്ഷം രൂപയുടെ സാധനം ഞാൻ എറണാകുളത്തുനിന്ന് അല്ലേ എടുത്തു, അവർക്ക് കാശ് കൊടുക്കണം. അല്ലെ 15 ദിവസം കണക്കേക്കൊന്ന് വിചാരിച്ചു. ഇല്ല, കേൾക്കത്തില്ല. റോളൊക്കെ എന്ന് പറഞ്ഞാൽ റെഡി ക്യാഷ്, അക്കൗണ്ടിൽ പൈസ അവിടെ വന്നതിന് ശേഷം മാത്രമേ അവരവിടെ നിന്ന് കയറ്റത്തുള്ളൂ. അങ്ങനെ ഉണ്ടല്ലേ? ഉണ്ട്. റോളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് റെഡിയാക്കി നമ്മൾ പാർട്ടിക്ക് കൊടുത്താൽ ഒന്ന് ഓർഡർ മെയിൻ. കാരണം ഓർഡർ ഉണ്ടാകണം, ഓർഡർ പിടിക്കണം. നമ്മൾ കയറി ഇറങ്ങി സാമ്പിൾ കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഓർഡർ തന്നു കഴിഞ്ഞാൽ അത് ചെയ്തുകൊണ്ട് കൊടുത്താൽ അവർ റെഡി കാശ് ആരുമില്ല. റെഡി കാശിന് വേണ്ടി ഇപ്പം പിടിക്കുകയാണ്. അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സാർ ഇവരുടെ ലേബർ അവർക്ക് എപ്പം കാശ് വേണമെന്ന് ചോദിക്കുന്ന അന്നേരം ആർക്കും ഒരു പെൻഡിങ് വെക്കുന്നില്ല. സാധാരണ അത് ഒരു സൺഡേ അവധിയാണോ? സൺഡേ ആ ജോലി അവർ ചെയ്യും. ഇവിടെ ഇരിക്കുന്നു ഇതുപോലെ റണ്ണറുകളെ, അതുപോലെ എന്തെങ്കിലും സൈഡ് വർക്കുകൾ അവർ ചെയ്യും. അല്ല, എനിക്ക് ബാഗ് തയ്ക്കണം, അർജന്റാണ്, അത്യാവശ്യമാണ്, സാധനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരടിച്ചിട്ടു. ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ ലാഭമാണോ ബിസിനസ്? നഷ്ടമില്ല. ഒരു കാര്യം പറഞ്ഞാൽ ബിസിനസ്സുകാരെല്ലാം പറയുന്നത് മെറ്റീരിയലിന്റെ വില ഓരോ മാസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റിലെ വില കൂട്ടാനും തരത്തില്ല. അപ്പൊ ഒരു പാർട്ടിയും തരത്തില്ല. ഞാൻ ഇപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ റോള് ആദ്യകാലത്ത് ഇതിപ്പോ തുടങ്ങുന്ന ആ സമയത്ത് റേറ്റ് പറയണോ? കറക്റ്റായിട്ട് പറയണോ? ഉള്ളായിരുന്നു. അന്ന് കൊടുത്ത അന്നത്തെ റേറ്റിനാണ് ഈ റേറ്റ് മെറ്റീരിയലിന് കൂടിയപ്പോഴും കൊടുത്തോണ്ടിരുന്നത്. 10 രൂപ കൂട്ടണമെന്ന് പറഞ്ഞാൽ അവർക്ക് ആലോചിക്കാനുണ്ട്, അവർക്ക് നോക്കാനുണ്ട്, വേറെ ആളുണ്ടെന്നോ അങ്ങനെ പറയും. പക്ഷെ എന്നാലും നമ്മളിത് ഈ പറഞ്ഞ പോലെ നഷ്ടമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പം റണ്ണിങ് ആണല്ലോ ലാഭം. സാർ ഇതിനകത്ത് ആൾക്കാരൊക്കെ ചില ഈ
പ്രൊഡക്ഷൻ ഈ ചില കമ്പനിക്കാർക്ക് പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധനത്തിന് വില കൂടും, പാർട്ടി നമുക്ക് ന്യായമായ വില തരത്തുമില്ല. അന്നേരം ഇവർ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നതല്ല മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറയ്ക്കും. അങ്ങനെ പലർക്കും ബിസിനസ് നിന്ന് പോയിട്ടുണ്ട്. പലരും ഉണ്ടാകാം. എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു മീറ്ററെ 10 രൂപയൊക്കെ കൂടുമ്പോഴേ കുറഞ്ഞ റേറ്റ് ഇവർ പാർട്ടി കൂട്ടിത്തരത്തില്ല, 1 രൂപ പോലും കൂട്ടുന്നില്ല. അപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ മെറ്റീരിയലിലെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തും. ഈ പറഞ്ഞ പോലെ സിബില് ഒരു റോളിൽ 100-150 രൂപയുടെ വ്യത്യാസമുണ്ട്. കുറഞ്ഞതിടും. ബാഗ് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് തയ്ച്ച് മറിച്ചിടുമ്പോൾ തന്നെ കീറിപ്പോവും. ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യമേ പുള്ളിയുടെ ബാഗ് ഇറങ്ങത്തുള്ളൂ. 3ാമത്തെ പ്രാവശ്യം പറയും വേണ്ടാന്ന് പറയും. പക്ഷെ ഞങ്ങള് ഇന്നും എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു കാര്യം മെറ്റീരിയൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ. 10 രൂപ കുറഞ്ഞാലും കംപ്ലൈൻറ്റ് ഇല്ലാതെ സാധനം കൊടുക്കുക എന്നുള്ള എൻ്റെ ഒരു എന്താ പറയുന്നതിന് ഞാനത് കീപ്പ് ചെയ്യുന്നു, അത് നോക്കുന്നു. അതുകൊണ്ട് ഇത് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നു. ഇന്ന് വരെ ആരും ഞങ്ങൾ സപ്ലൈ ചെയ്ത സാധനം കമ്പനി പൂട്ടിപ്പോയിട്ടുള്ളതല്ലാതെ നമ്മുടെ സാധനം വേണ്ടാന്ന് ഇതുവരെ ആരും കംപ്ലൈന്റ് ക്യാൻസൽ ചെയ്തിട്ടില്ല. നമ്മുടെ അറക്കലിന്റെ ബാഗുകൾ ഒക്കെ നല്ലതാണ്. പല പാർട്ടികളും പല കസ്റ്റമേഴ്സും പറഞ്ഞിട്ടുണ്ട് നല്ല ബാഗുകൾ, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് നമ്മുടെ പരസ്യം എന്തെങ്കിലും അറക്കലിന്റെ പേര് എന്തെങ്കിലും ഒരു പരസ്യവും ഇല്ല. പാർട്ടിയുടെ ആർക്കാണോ വേണ്ടത് അവരുടെ പേരും മാത്രമേ ഉള്ളൂ. ഒന്നും വെക്കുന്നില്ല. പിന്നെ അതുപോലെ സാർ ഞാൻ ചോദിക്കുന്നത് കോമ്പറ്റീഷൻ നമുക്ക് നോർത്തുമായിട്ട്, അതായത് അവിടെ എന്ന് പറഞ്ഞാൽ ലേബർ വളരെ കുറവ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം കുറവായിരിക്കും, മെറ്റീരിയലിന് റേറ്റ് കുറവ്. പ്രത്യേകിച്ച് ഡൽഹി സാധനങ്ങളെ ഒത്തിരി വരാൻ സാധ്യത, ഇറങ്ങാനും സാധ്യതയുണ്ട്. ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് എങ്ങനെ നമ്മൾ കോമ്പറ്റ് ചെയ്ത് നിൽക്കുന്നത്? സാർ ഞാൻ പറഞ്ഞില്ലേ, ഡൽഹിയിൽ നിന്ന് വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ഒരുപാട് വരുന്നുണ്ട്. കാരണം അനുഭവം കൊണ്ട് പറയുകയാണ്, ഞാൻ കണ്ടത്. എന്നോട് അത് റിപ്പയർ ഞങ്ങളുടെ ഇവിടെ ഒന്ന് റിപ്പയർ ചെയ്ത് തരാമോ എന്ന് പല പാർട്ടിയും ഇല്ല, നമ്മുടെ സാധനമല്ല, നമ്മുടെ ഓക്കെ ഉറപ്പാണ്. ഗ്യാരണ്ടി ഒന്നും ഞാൻ പറയുന്നില്ലെങ്കിലും കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് റീപ്ലേസ് മാറ്റി കൊടുക്കും. ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങൾ കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ലേബർ, ഇവിടെ നമ്മൾ 30 രൂപ കൊടുക്കുന്ന ഒരു ബാഗിന് 15 രൂപ കൊടുത്താൽ മതി. ഡൽഹി കൊടുത്താൽ ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്. ഡൽഹിയിൽ നിന്ന് നല്ലപോലെ കോമ്പറ്റീഷൻ വരുന്നുണ്ട്. ഇവിടെ പല വലിയ സ്ഥലങ്ങളിലും ബാഗുകൾ കൊടുക്കുന്നുണ്ട്. നമ്മളോടും ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഇന്ന് കൊടുക്കുന്നുണ്ട്. ആണല്ലേ? പിന്നെ വന്നു ചേരാനുള്ള ഇതൊക്കെ കാണുമായിരിക്കും. എന്താ ഇപ്പം എന്നോട് ബാഗ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ സാധനം അവിടെ അവർക്ക് എത്തിച്ചു കൊടുക്കും. അതിനുള്ള സാധനം അവർക്ക് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ പേരിൽ അടിച്ചു വച്ചിരിക്കുന്ന ബാഗ് നിങ്ങൾക്ക് എന്ന് വേണ്ടാന്ന് പറയുന്നു, അത് എടുത്തുകൊണ്ട് ക്ലോസ് ചെയ്യുക. അങ്ങനെയല്ലേ? ഇപ്പം ഇത് വേറെ ആർക്ക് കൊടുക്കും? നമ്മുടെ ഒരു പേര് വെച്ച് സ്ഥാപനത്തിലേക്ക് ഞാൻ അടിച്ച് വെച്ചിരിക്കുന്നത് നമ്മളെടുക്കുക എന്നുള്ളത് അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സാറേ, ഇപ്പം കണ്ടിന്യൂസ് ഓർഡർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അവർക്ക് വേണ്ടി സാധനം റെഡി. ഇതൊന്നും ഇത്ര ബാഗ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നതല്ല. ഇത് അവർക്ക് വേണം. അന്നേരം അവര് ആവശ്യം വരുമ്പോൾ എടുത്ത് കൊടുക്കും. എന്നോട് ചേട്ടാ ബാഗ് കരുതിക്കോണം, ആവശ്യം ഉണ്ടാവും, വേണം, ഇത്ര 1000 എണ്ണം 2000 എണ്ണം 3000 എണ്ണം എന്നും അവർ ഓർഡർ 325 ദിവസവും ഞാൻ അവരുടെ സ്ഥാപനത്തിൽ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പാർട്ടിക്കും അവരിന്ന് ഇന്നില്ല, ആരൊക്കെ നമ്മുടെ ബാഗ് എടുക്കുന്നുണ്ടോ അവർ പറയുമ്പോൾ അവരുടെ ബാഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില പ്രസ്ഥാനങ്ങൾ പൂട്ടിപ്പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാശും കിട്ടാതെ പോവും, സാധനവും ഇരുന്ന് പോവും. അങ്ങനെ ചെറിയ മെയിനോട്ട് ചെറിയ സംഭവിച്ചിട്ടുണ്ട്. അത് കാര്യമല്ല, വല്ല 10-25 ബാഗുകൾ അത്രേ ഉള്ളൂ. പിന്നെ പേയ്മെൻ്റൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ നമുക്കാണ് ഓൾട്ടർ ചെയ്യാമല്ലോ. ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ അതൊക്കെ ഓൾട്ടർ ചെയ്യാനുള്ള സാരമില്ല. അതൊക്കെ കാരണം ഇത്ര റണ്ണിങ് ഉള്ളതുകൊണ്ട്. സാറേ, പ്രത്യേകിച്ച് ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട്? വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യുക. ഇതിങ്ങനെ ഒന്ന് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എല്ലാവരും ജോലി ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ബിസിനസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ശരിക്കുള്ള കാര്യം പറയണം, 200 ബാഗ് ഷോപ്പർ അത്
അതാണ് എൻ്റെ തുടക്കം. 200 ബാഗ് 2000 രൂപ. അന്ന് അതിൻ്റെ ബാഗിൻ്റെ ബില്ല് 2000 രൂപ. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ്, തുടക്കം. പറഞ്ഞത് സാർ ഇപ്പം എന്നോട് ചോദിച്ചില്ലേ, ഈ കാണുന്ന പ്രേക്ഷകർ അവർക്ക് എന്താണ് പറയാനുള്ളത്, എന്താണ് അവർക്ക്? ഇതാണ് നമ്മൾ മുന്നിട്ടിറങ്ങുക, ശ്രമിക്കുക, ആലോചിക്കുക, എന്ത് ചെയ്യണം, എന്ത് ചെയ്യുക, ചെയ്യുന്ന ജോലി അതിൻ്റേതായ 100% അതിൽ നമ്മൾ നല്ലൊരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് ചെയ്യുക. അതല്ലേ ഞാൻ പറഞ്ഞത്. എൻ്റെ ഇത് കാരണം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 200 ബാഗിൽ തുടങ്ങി. അത് ഞാനും എൻ്റെ വൈഫും. തയ്യലില്ലായിരുന്നു. തയ്യലില്ല. സാധനം എടുത്ത് റിബേറ്റ് അടിച്ച് ഹാൻഡിലടിച്ച് ഞങ്ങൾ കൊടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് തയ്യലിൻ്റെ ആവശ്യം വന്നത്. മിഷൻ എടുത്തു, ഒരാളെ എടുത്തു. അത് പോരാതെ വന്നപ്പം അടുത്ത ആളെ, അപ്പം കട്ടിങ്ങുകാരനെ വേണമെന്ന്. അങ്ങനെ ഇങ്ങനെ ഗ്രാജുവലി വളർന്ന് ഇപ്പം ഞാൻ പോയി ഓർഡർ എടുക്കുമായിരുന്നു. ഓരോ പാർട്ടികളും ഓരോ കടകളിലും ചോദിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾ പരിചയം അങ്ങനെ വെച്ച് ചോദിച്ച് വേണമെന്ന് പറയും, വേണ്ടാന്ന് പറയും. ഞാൻ ചങ്ങനാശ്ശേരിയിലെ മോളൂസ് ജുവലറി എന്ന് പറയുന്നത് പെരുന്ന പുള്ളിയാണ് എനിക്ക് ആദ്യത്തെ ഓർഡർ ചെയ്തത്. ഏത് വർഷം? 20 വർഷം. അതെ. പക്ഷെ ഇപ്പം പുള്ളി കൊടുക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നാലും എനിക്കത് മറക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആദ്യത്തെ കസ്റ്റമർ ഞാനത് എപ്പോഴും ഞാനത് ഓർക്കുന്നവരാണ്. അവിടുന്ന് അത് മുന്നോട്ടിങ്ങനെ വന്നു. ഇപ്പം ഏകദേശം കേരളത്തിലെ ഒട്ടുമുക്കാൽ സ്ഥലത്തും കവറേജ് ഉണ്ട്. ഞാനിവിടുന്ന് കൊടുക്കുന്ന ഞാൻ തയ്ക്കും, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. അതും കൂടി ഇനിയും അല്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ. കാര്യം നമ്മളെ ഏത് കമ്പനി നടത്തിയെന്ന് പറഞ്ഞാലും അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ ഗ്രാഹ്യം ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും പഠിപ്പിക്കാൻ പറ്റത്തില്ല. പ്രിന്റ് ചെയ്യുമായിരുന്നു. സ്ക്രീൻ പ്രിന്റിങ് നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പൊ പുറത്തായി ചെയ്യുന്നത്. കാരണം എൻ്റെ ഇപ്പോഴത്തെ ഇത് വെച്ച് എനിക്കത് ബുദ്ധിമുട്ടാണ്. എൻ്റെ ആ സ്മെൽ. അപ്പൊ അതങ്ങനെ കൊടുത്ത് ചെയ്തു തരും. കറക്റ്റ് എടുത്തോണ്ട് പോയിട്ട് ഇവിടെ കൊണ്ടുത്തരും. അല്ല, എടുത്തോണ്ട് പോവുകയും ചെയ്യും. ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? കട്ട് ചെയ്ത് പുള്ളി വെച്ചേക്കും. 1000 പീസ് 500 പീസ് എത്രയാണോ അതൊക്കെ എടുക്കും. പുള്ളി വരും, എടുത്തോണ്ട് പോകും, പ്രിന്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് തരും. ശരി. പുള്ളിയുടെ കാശ് പുള്ളിക്ക് കൊടുക്കും. ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഈ സ്ക്രീൻ പ്രിന്റ് മാത്രം, വേറെ ഒന്നുമില്ല. അത് മാത്രമല്ല, മെഷീൻ എന്തെങ്കിലും കേടായാലും സ്ഥിരമായിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് മെക്കാനിക് ഉണ്ട്. വിളിച്ചാൽ വരും, വന്ന് എല്ലാ മെഷീനും. ഇപ്പം അടുത്തൊരു ഒരാഴ്ച മുമ്പേ പുള്ളിയെല്ലാം വന്ന് സർവീസ് ചെയ്ത് നോക്കി എല്ലാം പോയതാണ്. വിളിച്ചാൽ വരും. ഇതിപ്പം ചുരുക്കം പറഞ്ഞാൽ ഒരു സ്റ്റഡി ആയിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുകയാണ്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് കുഴപ്പമില്ല. നല്ല വിജയിപ്പിച്ചു എന്ന് പറയാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, സാറേ ഈ സർക്കാരിന്റെ എന്തെങ്കിലും സ്കീമുകളോ അങ്ങനെ എന്തെങ്കിലും സഹായങ്ങളോ, വ്യവസായ വകുപ്പിന്റെ സഹായങ്ങളോ, ലോണുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടോ? SBI പുള്ളി മാനേജർ എന്നും കാണുമ്പം ചോദിക്കും, ബാബു എന്താണ് അറക്കലിന് എന്താണ് ഒരു അല്ല സ്വന്തം പൈസ ഇട്ട് ഇങ്ങനെ ചെയ്യുന്നത്, ബിസിനസ് ലോൺ തരാം, ലോൺ എടുക്കെ നല്ലതാണത്, പല ഗുണങ്ങളുണ്ട്. ശരി, അങ്ങനെ പുള്ളി അന്ന് അത് എനിക്ക് ചെയ്തു തന്നാണ്. ഇപ്പോഴും അത് ഓടിയായിട്ട് കിടക്കുന്നു, തുടർന്ന് പോകുന്നു. അതാ പറയുന്നത്, നമ്മളിത് വളരെ സൂക്ഷിച്ച് അല്ല, ഞാൻ നോക്കിയിട്ട് സാർ വലിയ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നല്ലോണം നടക്കുന്നുണ്ട്. വലിയ ലാവിഷായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുറച്ച് ബിൽഡിങ്ങിൽ കുറച്ച് പണിതോ, അല്ലെ AC ആക്കിയിട്ടോ, അല്ലെ കുറച്ച് ഹൈടെക് ആക്കിയിട്ട് ഒരു കാര്യം അതിൽ നിന്ന് നമുക്ക് ഇൻകൊന്നുമില്ല, കിട്ടത്തില്ല. എനിക്ക് 100 ബാഗ് ഇവിടെ ഉണ്ടാക്കി പ്രൊഡക്ഷൻ ആകുകയാണെങ്കിൽ ആ 100 ബാഗ് ഇപ്പോൾ ആകുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഇത് അതിൻ്റെ മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളിപ്പം പ്രസ്ഥാനം തുടങ്ങിയെന്ന് പറഞ്ഞ് ഇപ്പം എന്ത് വേണേലും ചെയ്യാം, എന്തൊക്കെ മോഡിഫൈ വേണേലും ചെയ്യാൻ പറ്റും, കാര്യമില്ല. ഈ ഒരു പ്രസ്ഥാനത്തിന് നമ്മൾ അങ്ങനെയുള്ള ഒരു മുടക്കി വെറുതെ ഡെഡാക്കി കളയേണ്ട ആവശ്യമില്ല. ജോലിക്കാർ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഞാൻ ഇത് അറിഞ്ഞു, സാറ് ചെറിയ രീതിയിൽ നിർത്താനൊക്കെയുള്ളൊരു പ്ലാൻ ഉണ്ടെന്നുള്ള ഒരു കാര്യം ഇങ്ങനെ അറിഞ്ഞു. അപ്പോൾ അത്
നിർത്തുക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് നിർത്താം. കാരണം ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ ലെവലായി, മക്കളും ഒക്കെ എനിക്ക് ഇത്തരം പ്രായമായി, മക്കളും ഒക്കെ നല്ല നിലയിലായി, അവർക്കും പിന്നെ പക്ഷെ എൻ്റെ ഇവിടെ ചെയ്യുന്ന ജോലിക്കാര് അവരെ എനിക്ക് കളയാൻ പറ്റില്ല. അത് ഇപ്പം ഞാൻ നിർത്തുകയാണെങ്കിൽ ഇത് അവർക്ക് കൊടുക്കും എന്നാണ് എൻ്റെ പ്ലാൻ. അവരെ കൊണ്ട് ജയിക്കാം, അവർ ചെയ്തോട്ടെ. ഞാനിപ്പം മക്കൾ സമ്മതിക്കുന്നില്ല, ഇപ്പം അത് മതി നിർത്ത് അല്ലെ എന്നങ്ങനെ പിള്ളേർ പിടിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജോലിക്കാർക്ക് ഏൽപ്പിക്കാം, നടത്തിപ്പേൽപ്പിക്കാം. അവർ നടത്തി ഇത് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണം. അറയ്ക്കലിൻ്റെ ആ ഒരു പേര് ലേബലിൽ അവർ ചെയ്തോട്ടെ. സാധനങ്ങൾ കിട്ടും, എല്ലാ വഴികളും അവർക്കറിയാം, എല്ലാവർക്കും അറിയാം, കൊടുക്കേണ്ടതും ബില്ലിങ് കാര്യങ്ങളും എല്ലാം അറിയാം. അവർ നടത്തുന്നെങ്കിൽ നടത്തട്ടെ. ശരി. അപ്പോൾ സാറേ, ഇത്രയും നേരം സാറിൻ്റെ കമ്പനിയുടെ നടത്തിപ്പ് കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾ, ലേബറുമായിട്ട് പാർട്ടികളുമായിട്ടുള്ള ഡീലിങ് കാര്യങ്ങൾ, സാറിൻ്റെ ബിസിനസ് രീതികളെല്ലാം ഞങ്ങളുടെ പ്രേക്ഷകരോട് പങ്കുവെച്ചതിന് വളരെ നന്ദി. ഇനിയും സാറിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെയധികം നല്ല രീതിയിൽ പോകട്ടെ, വിപുലമാകട്ടെ, കൂടുതൽ ഓർഡർ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ സാർ. താങ്ക് യു.